ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോണോക്രോം ടി വി ആൻഡ് കളർ ടെലിവിഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. മോണോക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയും കളർ ടി വിയുടെയും കാര്യങ്ങളാണ് നമ്മളിന്ന് ക്വസ്റ്റ്യൻസിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. In a monochrome TV, the picture is formed by varying the dash of the electron beam. ഇലക്ട്രോൺ ബീമിൻ്റെ എന്ത് വേരി ചെയ്തിട്ടാണ് പിക്ചർ ഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, വെലോസിറ്റി ആണോ, ഫ്രീക്വൻസി ആണോ, ഇൻറ്റൻസിറ്റി ആണോ, അതോ ഫേസ് ആണോ എന്നാണ് ചോദ്യം. മോണോക്രോം ടി വിയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ ആകെ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ലൂമിനൻസ് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രോമിനൻസ് ഉണ്ടാവില്ല. ക്രോമിനൻസ് എന്ന് പറഞ്ഞാൽ കളർ. ഓക്കെ, അപ്പോൾ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി വേരി ചെയ്തിട്ടാണ്, ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്തിട്ടാണ് പിക്ചർ ഫോം ആവുന്നത് സ്ക്രീനിൽ. എന്ത് സ്ക്രീനാണ്, എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? പിക്ചർ ട്യൂബിന് എന്താണ് നമ്മൾ പറയുക? CRT എന്നാണ് പറയുക. ഓക്കെ, കാത്തോഡ് റേ ട്യൂബ് പോലത്തെ പിക്ചർ ട്യൂബാണ് നമ്മളവിടെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ മോണോക്രോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, ഓൺലി ബ്രൈറ്റ്നസ് ഓർ ലൂമിനൻസ് ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്മിറ്റഡ്. ഇമേജ് ഇസ് ക്രിയേറ്റഡ് ബൈ കൺട്രോളിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ബീം ദാറ്റ് സ്ട്രൈക്സ് ദ സ്ക്രീൻ. ബ്രൈറ്റർ സ്പോട്ട്സ് കറസ്പോണ്ട്സ് ടു ഹയർ ബീം ഇൻറ്റൻസിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം. The video signal in a monochrome TV represents the. വീഡിയോ സിഗ്നൽ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പഠിച്ചു, ബ്രൈറ്റ്നസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? ക്രോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കളർ ടി വിക്ക് വരുന്ന സംഭവമാണ്. കളർ ടി വി എന്ന് പറയുമ്പോൾ ഇത് മോണോക്രോം ടി വിയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കളർ ടി വിയിൽ വരുന്നതാണ് ക്രോമിനൻസ്. കളർ ഇൻഫർമേഷനെയാണ് ക്രോമിനൻസ് എന്ന് പറയുക. ഹ്യൂ അല്ല, ലൂമിനൻസ് ആണ് കേട്ടോ. ലൂമിനൻസ് ആണ് എന്ത്? നമ്മുടെ ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ. മോണോക്രോം ടി വിക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിക്ക് ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ the video signal in a monochrome system carries luminance അല്ലെങ്കിൽ brightness information only, since color information അല്ലെങ്കിൽ chrominance is not transmitted. Okay, അടുത്ത ചോദ്യം. The picture tube in a color TV is known as. കളർ ടി വിയുടെ പിക്ചർ ട്യൂബിനെ എന്താണ് വിളിക്കുക? കൈനസ്കോപ്പ് ആണോ? അല്ല. CRT ആണോ? അല്ല. അത് നമ്മൾ മോണോക്രോമിലാണ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ വരണം, ഷാഡോ മാസ്ക് പിക്ചർ ട്യൂബ്. അതാണ് നമ്മളവിടെ ഉപയോഗിക്കുക കേട്ടോ. കളർ ടി വിക്കകത്ത് ഷാഡോ മാസ്ക് പിക്ചർ ട്യൂബാണ് ഉപയോഗിക്കുക. അതിനകത്ത് 3 ഇലക്ട്രോൺ ഗണ്ണുകൾ ഉണ്ടാവും. RGB എന്ന റെഡ്, ഗ്രീൻ, ബ്ലൂ 3 കളേഴ്സ് ഉണ്ടല്ലോ. 3 പേർക്ക് വേണ്ടി 3 ഇലക്ട്രോൺ ഗണ്ണുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഷാഡോ മാസ്ക് പിക്ചർ ട്യൂബിനകത്ത് ആണ് നമ്മൾ കളർ ടി വിയിൽ ഉപയോഗിക്കുക. ദ മാസ്ക് എൻഷുവേഴ്സ് ഈച്ച് ബീം ഹിറ്റ്സ് ദ കറക്റ്റ് കളേർഡ് ഫോസ്ഫർ ഡോട്ട്സ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അടുത്ത ചോദ്യം. The signal that keeps scanning in sync between transmitter and receiver is called. അതായത് ഒരു സ്കാനിങ്, ഇന്റർലേസ്ഡ് സ്കാനിങ് നമ്മുടെ ടി വി മോണിറ്ററിൽ നടക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഈ സ്കാനിങ് സിങ്ക്രണൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലിൻ്റെ പേരെന്താണ്? സിങ്ക്രണൈസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ പേരെന്തായിരിക്കും? സിങ്ക്രണൈസിങ് സിഗ്നൽ അല്ലേ? സിങ്ക് സിഗ്നൽ അല്ലേ? അപ്പോൾ കളർ ബേസ്റ്റ് ആണോ? അല്ല, സിങ്ക് സിഗ്നൽ ആണ് കേട്ടോ. ബ്ലാങ്കിങ് പൾസ് അല്ല. ബ്ലാങ്കിങ് പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പൾസ് ഈ സ്കാനിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിട്ട് റീട്രേസ് പാത്ത് ഉണ്ടാവുമല്ലോ, റീട്രേസ് ചെയ്യുന്നതും നമ്മൾ കാണേണ്ട കാര്യമില്ല. അപ്പം റീട്രേസ് ചെയ്യുമ്പോൾ അതിനെ ബ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേസ്, റീട്രേസ് എന്ന് പറഞ്ഞ 2 പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് സ്കാനിങ്ങിൽ. ഓക്കെ, ട്രേസ് മാത്രമേ നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ, റീട്രേസ് നമ്മൾ കാണേണ്ട കാര്യമില്ല. എന്നിട്ട് വീണ്ടും ട്രേസ്, റീട്രേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റീട്രേസ് കാണേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ബ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്കിങ് പൾസ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സിങ്ക് സിഗ്നലിനെ കുറിച്ച് പറയാം. സിങ്ക് സിഗ്നൽസ് അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ സിഗ്നൽസ് എൻഷുർ ദാറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്കാനിങ് ഓഫ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആർ ഇൻ ഫേസ്, പ്രിവെൻറ്റിംഗ് പിക്ചർ ഡിസ്റ്റോർഷൻ. ഓക്കെ, അടുത്തത്. കളർ ഇൻഫർമേഷൻ ഇൻ എ കളർ ടി വി ഈസ് ക്യാരിഡ് ബൈ ദ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്. എന്താണ് കളർ ഇൻഫർമേഷൻ എവിടെയാണ് ക്യാരി ചെയ്യുന്നത്? കളർ ഇൻഫർമേഷൻ ഈസ് ക്യാരിഡ് ഇൻ ദ ക്രോമിനൻസ് കോമ്പണൻറ്റ്. ഓക്കെ, ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണ് കേട്ടോ. അടുത്തത്. അപ്പോൾ ക്രോമിനൻസ് സി signal carries color information, specifically hue and saturation, while luminance carries brightness. അപ്പോൾ chrominance എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന എന്തൊക്കെയാണ്? ഹ്യൂവും സാച്ചുറേഷനും ആണ് കേട്ടോ. ലൂമിനൻസിൽ വരുന്ന എന്താണ്? ബ്രൈറ്റ്നസ് ആണ്. ഓക്കെ, ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ ആണ്. അടുത്തത് ചോദ്യം.
ദി കളർ സബ് കാരിയർ ഫ്രീക്വൻസി ഇൻ ദ പാൽ TV സിസ്റ്റം ഈസ്. പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽ എന്ന് പറഞ്ഞാൽ ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് പാൽ സിസ്റ്റമാണ്. വേറെ NTSC സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അത് അമേരിക്കയിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി പാൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ 50 ഹേർട്സ് ആണല്ലോ നമ്മുടെ ഫ്രീക്വൻസി, പവർ ലൈൻ ഫ്രീക്വൻസി. അതുപോലെ തന്നെയാണ് ഈ പാൽ TV സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി 50 ഹേർട്സിലാണ് വരിക. അതേപോലെ തന്നെ 625 ലൈൻ റെസൊല്യൂഷനാണ് ഇതിനുണ്ടാവുക. ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം. പാൽ TVക്കകത്ത് 625 ലൈൻസ് ആണെന്നും 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഫ്രെയിം റേറ്റ് എന്നും ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കളർ സബ് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4.43 മെഗാ ഹേർട്സ് ആണ്. ഓക്കെ, കളർ ഡിഫറൻസ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഫേസ് ഓൾട്ടർനേറ്റിംഗ് ലൈൻ എന്ന് പറയുന്ന പാൽ TV സിസ്റ്റം ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയാണ് 4.43 മെഗാ ഹേർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. In a color TV receiver, function of the color killer circuit is. Color killer circuitന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. ആംപ്ലിഫൈ കളർ സിഗ്നൽ. കളർ കില്ലർ എന്തായാലും ആംപ്ലിഫൈ ഇല്ലല്ലോ, ഇല്ല. എലിമിനേറ്റ് കളർ വെൻ മോണോക്രോം ട്രാൻസ്മിഷൻ ഈസ് റിസീവ്ഡ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. അഡ്ജസ്റ്റ് കളർ സാച്ചുറേഷൻ അല്ല, സിങ്ക്രണൈസ് കളർ ബേസ്റ്റും അല്ല. ഓക്കെ, എലിമിനേറ്റ് കളർ വെൻ മോണോക്രോം ട്രാൻസ്മിഷൻ ഈസ് റിസീവ്ഡ്. അതായത് കളർ കില്ലർ എന്ത് ചെയ്യും? കളറിനെ കില്ല് ചെയ്യും. മോണോക്രോം ട്രാൻസ്മിഷൻ ആണ്. ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻഫർമേഷൻ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആ ക്രോമിനൻസ് ആംപ്ലിഫയറിനെ, അതായത് കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയറിനെ ഡിസേബിൾ ചെയ്ത് വെക്കും മോണോക്രോം സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫാൾസ് കളേഴ്സോ നോയ്സോ ഒന്നും വരാതിരിക്കാൻ അത് ശ്രദ്ധിക്കും. അടുത്ത ചോദ്യം. ദ ടേം കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ റെഫേഴ്സ് ടു. CVS എന്ന് പറയുന്ന കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് എല്ലാ സിഗ്നൽസിനെ കുറിച്ചും, അതായത് സിങ്ക് പൾസിനെ കുറിച്ച്, മറ്റേ ക്രോമിനൻസ് ഇൻഫർമേഷനെ കുറിച്ച്, ലൂമിനൻസ് ഇൻഫർമേഷനെ കുറിച്ച്, അങ്ങനെ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലി ലൂമിനൻസ് സിഗ്നൽ അല്ല, ഓൺലി ക്രോമിനൻസ് അല്ല, ഓൺലി സിങ്ക് പൾസും അല്ല. ലൂമിനൻസ്, ക്രോമിനൻസ് ആൻഡ് സിങ്ക് പൾസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, CVS includes luminance information, chrominance information and synchronization information combined into one signal for transmission. Okay, അടുത്ത ചോദ്യം. സ്കാനിങ് മെത്തേഡ് യൂസ്ഡ് ഇൻ എ TV is called ഡാഷ് സ്കാനിങ്. നമ്മൾ ഇന്റർലേസ്ഡ് സ്കാനിങ് എന്ന് പറഞ്ഞില്ലേ? ഇന്റർലേസ്ഡ് എന്നൊരു വാക്ക് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. സീക്വൻഷ്യൽ അല്ല, പാരലൽ അല്ല, റാസ്റ്റർ, റാൻഡം. റാൻഡം അല്ല, റാസ്റ്റർ മെത്തേഡ് എന്നാണ് പറയുക. റാസ്റ്റർ സ്കാനിങ് ആണ് ഇവിടെ ഉപയോഗിക്കുക. റാസ്റ്റർ സ്കാനിങ് എന്ന് പറഞ്ഞാൽ raster scanning moves the electron beam line by line from top to bottom, forming the picture on the TV screen. Okay, line by line, top to bottom, ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് റാസ്റ്റർ ആയിട്ടുള്ള സ്കാനിങ് എന്ന് പറയുന്നത്. ഇന്റർലേസ്ഡ് സ്കാനിങ് എന്നതിനെ പറയും. അടുത്ത ചോദ്യം. In a monochrome TV receiver, video detector output is applied to. വീഡിയോ ഡിറ്റക്ടർ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് അപ്ലൈ ചെയ്യാന്ന് അറിയോ? വീഡിയോ ആംപ്ലിഫയറിലേക്കാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് IF ആംപ്ലിഫയർ ആണോ? അല്ല, വീഡിയോ ആംപ്ലിഫയറിലേക്കാണ് അത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഡിറ്റക്ടർ ഡീമോഡുലേറ്റ്സ് ദ IF സിഗ്നൽ ടു റിക്കവർ ദ വീഡിയോ സിഗ്നൽ. ദിസ് സിഗ്നൽ ഇസ് ആംപ്ലിഫൈഡ് ബൈ വീഡിയോ ആംപ്ലിഫയർ ബിഫോർ ബീങ് ഫെഡ് ടു ദ പിക്ചർ ട്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഇൻഫർമേഷനിലുണ്ടല്ലോ സൗണ്ടും ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ FM മോഡുലേറ്റ് ചെയ്തിട്ടാണ് അയക്കുക. അപ്പോൾ FM ഡീമോഡുലേഷൻ ആണ് എവിടെ ചെയ്യേണ്ടത്? റിസീവറിൽ ചെയ്യേണ്ടത്. സൗണ്ട് മാത്രം എടുത്ത് FM ഡീമോഡുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീഡിയോനെ നമ്മൾ എന്ത് മോഡുലേഷനാണ് ചെയ്യുക? AM മോഡുലേഷനാണ് ചെയ്യുക. AMൽ തന്നെ VSB എന്ന് പറയുന്ന വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷനാണ് നമ്മളവിടെ ചെയ്യുക. അപ്പോൾ വീഡിയോനെ മോഡുലേറ്റ് ചെയ്തതിനെ തിരിച്ച് ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AM ഡീമോഡുലേഷൻ തന്നെ അവിടെ ചെയ്യും വേണം കേട്ടോ. അടുത്തത് റിസീവറിൽ. അടുത്ത ചോദ്യം. ദ ഫങ്ഷൻ ഓഫ് സിങ്ക് സെപ്പറേറ്റർ സർക്യൂട്ട് ഈസ് ടു. സിങ്ക് സെപ്പറേറ്റർ സർക്യൂട്ട് എന്താണ് ചെയ്യുക? ഓക്കെ, സിങ്ക് സെപ്പറേറ്റർ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് സിങ്ക്രണൈസേഷൻ പൾസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കലാണ് ഈ സിങ്ക് സെപ്പറേറ്റർ. സിങ്കിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതാണ് ചെയ്യുക. സെപ്പറേറ്റ് സൗണ്ട് ആൻഡ് പിക്ചർ സിഗ്നൽ അല്ല, സെപ്പറേറ്റ് ക്രോമിനൻസ് ആൻഡ് ലൂമിനൻസ് അല്ല, എക്സ്ട്രാക്ട് സിങ്ക്രണൈസേഷൻ പൾസ് ഫ്രം ദ കോമ്പോസിറ്റ് വീഡിയോ signal. Okay, it isolates horizontal and vertical sync pulses from the composite video signal so that scanning remains synchronized with the
ട്രാൻസ്മിറ്റർ. ഓക്കെ, അപ്പോൾ സിങ്ക് സെപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത്? സിങ്ക് സെപ്പറേറ്റർ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നലിൽ നിന്ന് സിങ്ക്രണൈസേഷൻ പൾസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The purpose of color burst signal in color TV is to. അപ്പോൾ കളർ ബേസ്റ്റ് എന്ന് കുറച്ച് നേരെ നമ്മൾ കേൾക്കുന്നു അല്ലേ? എന്താണ് കളർ ബേസ്റ്റ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് അല്ല, സെറ്റ് റെഫറൻസ് ഫേസ് ഫോർ കളർ demodulation അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് കളർ ബേസ്റ്റ് is a short sample of the chroma subcarrier added during the back porch of each line, providing a phase reference for accurate color reproduction at the receiver. ഓക്കെ, അപ്പോൾ ക്രോമ സബ് കാരിയറിൻ്റെ ഒരു ചെറിയ സാമ്പിള് ഓരോ ലൈനിൻ്റെയും ബാക്ക് പോർച്ചിൽ ആഡ് ആയിട്ടുണ്ടാവും. ബാക്ക് പോർച്ച് എന്നൊക്കെ പറഞ്ഞാൽ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിഗ്നലിൻ്റെ വേവ് ഫോം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ബാക്ക് പോർച്ചിൽ ഈ ക്രോമ സബ് കാരിയറിൻ്റെ ചെറിയ സാമ്പിൾ ആഡ് ആവുകയും അത് ഫേസ് റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. എന്തിന്? പ്രോപ്പർ റിപ്രൊഡക്ഷൻ ഓഫ് കളേഴ്സ് അറ്റ് ദ റിസീവറിന് വേണ്ടിയിട്ട്. അതിനെയാണ് ഈ കളർ ബേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാമ്പിൾ കൊടുത്തയക്കുക, അതായത് ഇത് തന്നെയാണ് കളർ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ് വെർട്ടിക്കൽ സ്കാനിങ് ഫ്രീക്വൻസി ഇൻ എ 625 ലൈൻ പാൽ സിസ്റ്റം ഈസ്. നമ്മൾ എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നാണ് പഠിച്ചത്? അത് ഓർമ്മയുണ്ടോ? പാൽ സിസ്റ്റത്തിൽ 625 ലൈനാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്നും എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് അത് സ്കാൻ ചെയ്യുമെന്നുമാണ് നമ്മൾ പഠിച്ചത്. 25 അല്ലേ? ആ 25നെയാണ് ഈ ചോദിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ സ്കാനിങ് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ 25 ആണ് അതിൻ്റെ ആൻസർ. 25 ഹേർട്സ് ആണ് അതിൻ്റെ ആൻസർ. ഇൻ എ പാൽ സിസ്റ്റം 625 ലൈൻസ് ആർ സ്കാൻഡ് at 50 field per second. 50 ഫീൽഡ് ഉണ്ട്. അപ്പോൾ 50 ഫീൽഡ് പെർ സെക്കൻഡിലാണ് 625 ലൈൻസ് സ്കാൻ ആവുന്നത്. എന്നിട്ട് അതിൽ എത്ര ഫ്രെയിം വരുന്നുണ്ടെന്നറിയോ? 25 കംപ്ലീറ്റ് ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഓക്കെ, 50 ഫീൽഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെ 25 കംപ്ലീറ്റ് ഫ്രെയിംസ് ആണ്. അതായത് മൊത്തമുള്ള ഈ ഫ്രെയിമിനെ ഉണ്ടല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഇതൊക്കെ നടക്കുക, മറ്റേ സ്കാനിങ് നടക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 50, 25 എന്നൊക്കെ രണ്ട് ഇത് വരുന്നത്. 50 ഫീൽഡുകൾ ഉണ്ടെങ്കിലും 25 കംപ്ലീറ്റ് ഫ്രെയിം വരുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? ആകെ 25 കംപ്ലീറ്റ് ഫ്രെയിംസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സ്കാനിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 ഹേർട്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്റർലേസ്ഡ് സ്കാനിങ് ഇസ് യൂസ്ഡ് ഇൻ ടെലിവിഷൻ ടു. ഇന്റർലേസ്ഡ് സ്കാനിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്ലിക്കർ കുറയ്ക്കാൻ കേട്ടോ. ഇൻക്രീസ് ഫ്ലിക്കർ അല്ല, ഈ റെഡ്യൂസ് ബാൻഡ്വിഡ്ത്ത് അല്ല, ഇൻക്രീസ് ബ്രൈറ്റ്നസ് അല്ല, റെഡ്യൂസ് ഫ്ലിക്കർ. ഓക്കെ, ഇന്റർലേസ്ഡ് സ്കാനിങ് ട്രാൻസ്മിറ്റ്സ് ഓൾട്ടർനേറ്റ് ലൈൻസ് ഇൻ 2 fields per frame. This doubles the flicker frequency without increasing the bandwidth, reducing visible flicker. ഓക്കെ, അപ്പോൾ ഫ്ലിക്കർ ഫ്രീക്വൻസി കൂട്ടുകയും ഡബിൾ ചെയ്യുകയും അങ്ങനെ ബാൻഡ്വിഡ്ത്ത് കൂട്ടുകയും വിസിബിൾ ആയിട്ടുള്ള ഫ്ലിക്കർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും ഫ്ലിക്കർ ഉണ്ടെങ്കിൽ കാണാൻ. അപ്പോൾ ഫ്ലിക്കർ റെഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നതാണ് ഇന്റർലേസ്ഡ് സ്കാനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇത് സ്കാൻ ചെയ്ത് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. The sound signal in TV broadcast is transmitted using. sound signal എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? സൗണ്ട് FM മോഡുലേഷൻ വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. പിക്ചർ AM മോഡുലേഷൻ വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. Typical frequency separation between picture and sound carriers in a TV channel is. അപ്പോൾ NTSCയിലും പാലിലും എങ്ങനെയായാലും എന്താണ് ഈ പിക്ചറും സൗണ്ടും തമ്മിലുള്ള ഫ്രീക്വൻസി സെപ്പറേഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് 4.5 മെഗാഹെർട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൗണ്ട് കാരിയർ ഉണ്ടല്ലോ, ഈ പിക്ചർ കാരിയർ ഫ്രീക്വൻസിനെക്കാട്ടിലും പിക്ചർ കാരിയർ ഫ്രീക്വൻസി ഇവിടെയാണെങ്കിൽ സൗണ്ട് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആള് ഇവിടെ സൗണ്ട് കാരിയർ ഫ്രീക്വൻസിനെ പിക്ചർ കാരിയർ ഇവിടെയാണെങ്കിൽ സൗണ്ട് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 4.5 മെഗാഹെർട്സ് അപ്പുറത്തായിരിക്കും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അത്രയും ദൂരെ ആയിരിക്കും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക സൗണ്ട് കാരിയറിനെ. ഓക്കെ, അങ്ങനെ ഒരു ഫ്രീക്വൻസി സെപ്പറേഷൻ കൊടുക്കണ്ടേ? കാരണം രണ്ട് തരത്തിലുള്ള മോഡുലേഷനൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അയക്കുക. അപ്പോൾ ഇത് തമ്മിൽ സൗണ്ട് കാരിയർ ഒരു 4.5 മെഗാഹെർട്സ് മുകളിലായിരിക്കും, എബവ് ആയിരിക്കും പിക്ചർ ഫ്രീക്വൻസിയെക്കാട്ടിലും ഉണ്ടാവുക. അടുത്തത്, ദ കോൺട്രാസ്റ്റ് കൺട്രോൾ ഇൻ എ TV റിസീവർ അഡ്ജസ്റ്റ്. ദ കോൺട്രാസ്റ്റ് കൺട്രോൾ എന്താണ് ചെയ്യുക?
കോൺട്രാസ്റ്റ് നിങ്ങൾ ഈ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് എന്തെങ്കിലും ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് മാറ്റുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കോൺട്രാസ്റ്റ് മാറ്റുമ്പോൾ കോൺട്രാസ്റ്റ് കൂടി വരുമ്പോൾ ഇരുണ്ട് വരും. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കുറച്ചുകൊണ്ട് വരുമ്പോൾ എന്താ പറയുക, കുറെ കൂടെ ഇതിങ്ങനെ ലൈറ്റായി വരും. അപ്പോൾ അവിടെ ഓവറോൾ ബ്രൈറ്റ്നെസ് ആണോ കോൺട്രാസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? അല്ല, അത് ലൂമിനൻസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ആണോ? അതെ, വീഡിയോ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ശരിക്കും അവിടെ നമ്മൾ മാറ്റുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് കൺട്രോളിൽ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വീഡിയോ സിഗ്നൽ ആണ് നമ്മൾ അവിടെ മാറ്റുന്നത്. കോൺട്രാസ്റ്റ് കൺട്രോൾ ചേഞ്ചസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വീഡിയോ സിഗ്നൽ അപ്ലൈ ടു CRT, അഡ്ജസ്റ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക് പോർഷൻസ് ഓഫ് ദ ഇമേജ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ബ്ലാങ്കിങ് പൾസ് ഇൻ TV is used to. ഇത് ഞാൻ പറഞ്ഞാണ്, റീട്രേസിന്റെ സമയത്ത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാങ്കിങ് പൾസ് ഉപയോഗിക്കുന്നത്. ടേൺ ഓഫ് ബീം ഡ്യൂറിങ് റീട്രേസ് ടൈം. ഇൻക്രീസ് ബ്രൈറ്റ്നസ് അല്ല, ആഡ് കളർ റെഫറൻസ് അല്ല. കളർ റെഫറൻസ് ആരാണ്? കളർ ബേസ്റ്റ് ആണ്. മെയിൻറ്റെയിനിങ് സിങ്കും അല്ല. ഓക്കെ, ഡ്യൂറിങ് റീട്രേസ് when the beam returns to start a new line or frame, blanking pulse turns off the beam to avoid unwanted lines on the screen. ഓക്കെ, ബ്ലാങ്കിങ് പൾസ് എന്താ ചെയ്യുക? റീട്രേസ് ടൈമിൽ നമ്മുടെ ബീമിനെ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുക. അടുത്ത ചോദ്യം. The number of scanning lines per frame in PAL TV system is. ഓക്കെ, PAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ലൈൻസ് ഉണ്ട്? 625 ലൈൻസ്. നമ്മളിത് പറഞ്ഞതാണല്ലോ അല്ലേ? അപ്പോൾ 405 അല്ല, 525 എന്ന് പറയുന്നത് അത് NTSCയുടെ ആണ്. 625 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ 625 ലൈൻസ് ആണ് നമുക്ക്, ലൈൻസ് പെർ ഫ്രെയിം ആണ് PAL TV സിസ്റ്റത്തിന് ഉള്ളത്. PAL TV used in Europe and India uses 625 scanning lines per frame, providing better resolution than NTSC system which uses 525 lines. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എൻ LCD പ്രൊജക്ടർ, ഇനി അങ്ങോട്ട് കുറച്ച് പ്രൊജക്ടറിന്റെ ചോദ്യങ്ങളാണ്. LCD പ്രൊജക്ടറിനകത്ത്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പ്രൊജക്ടറിനകത്ത് ഫംഗ്ഷൻ ഓഫ് ദി പോളറൈസർ ഈസ് ടു. പോളറൈസർ എന്താണ് ചെയ്യുക? ഓക്കെ, പോളറൈസർ എന്താ ചെയ്യുക? പോളറൈസേഷൻ ചെയ്യും, ലൈറ്റിനെ പോളറൈസ് ചെയ്യും അല്ലേ? ഫോക്കസ് ലൈറ്റ് ഓൺ ദി സ്ക്രീൻ. ലൈറ്റിനെ ഫോക്കസ് ചെയ്യല്ല പണി. റിഫ്ലക്റ്റ് അൺവാണ്ടഡ് കളേഴ്സ്, അതുമല്ല. control light polarization to form images. C ആണ് ഉത്തരം. LCD panels use polarized light. Okay, the polarizer allows only a specific polarization of light to pass, enabling the LCD to modulate it to form images. Okay, ഒരു specific polarization ഉള്ള ലൈറ്റിനെ മാത്രമേ പാസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഒരു പോളറൈസ്ഡ് ലൈറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ LCD എന്താണ്? LCD പ്രൊജക്ടറിൽ പോളറൈസർ എന്ത് ചെയ്യും? ലൈറ്റ് പോളറൈസേഷൻ കൺട്രോൾ ചെയ്യും, ഇമേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത ചോദ്യം. The resolution of an LCD projector depends mainly on. LCD പ്രൊജക്ടറിന്റെ റെസൊല്യൂഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക മെയിനായിട്ട്? നമുക്കൊന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ലാമ്പ് പവർ ആണോ, LCD പാനൽ പിക്സൽ ഡെൻസിറ്റി ആണോ, പ്രൊജക്ഷൻ ലെൻസിന്റെ സൈസ് ആണോ, സ്ക്രീൻ ടൈപ്പ് ആണോ? സ്ക്രീൻ ടൈപ്പ് അല്ലാന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാൻ പറ്റും. ലാമ്പ് പവറും അല്ലാന്ന് മനസ്സിലായി. ഓക്കെ, ഇനി LCD പാനൽ പിക്സൽ ഡെൻസിറ്റി അതാവാൻ സാധ്യതയില്ല. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ B ആണ് ഉത്തരം കേട്ടോ. നമ്പർ ഓഫ് പിക്സൽസ് ഓൺ ദ LCD പാനൽ ഡിറ്റർമൈൻസ് ഹൗ ഡീറ്റെയിൽഡ് ദ പ്രൊജക്ടർ ഇമേജ് വിൽ ബി. ഹയർ പിക്സൽ ഡെൻസിറ്റി, ഹയർ റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ B ആണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം. The type of signal used in analog CCTV system. Analog CCTVക്ക് ഉപയോഗിക്കുന്ന സിഗ്നൽ ഏതാണ്? അനലോഗ് സിഗ്നൽ ആയിരിക്കും, ഉറപ്പല്ലേ അല്ലേ? ഡിജിറ്റൽ സിഗ്നൽ ആണോ? അല്ല. ബൈനറി സിഗ്നൽ ആണോ? അല്ല. ബൈനറി ഡാറ്റ അല്ല, പൾസ് ട്രെയിനും അല്ല. അനലോഗ് വീഡിയോ സിഗ്നൽ ആയിരിക്കും കേട്ടോ. ട്രഡീഷണൽ CCTV systems transmit analog video signals, composite video over coaxial cables. Though modern systems use എന്താണ്? ഡിജിറ്റൽ IP നെറ്റ്വർക്ക്സ് ആണ് മോഡേൺ സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ, കടകളിലൊക്കെ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള CCTV ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതിനകത്ത് ഡിജിറ്റൽ IP ആണ് നമ്മൾ ഉപയോഗിക്കുക. ഡിജിറ്റൽ IP നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പണ്ടൊക്കെ കോയാക്സിൽ കേബിൾ വെച്ചിട്ടൊക്കെ ആയിരുന്നു, അനലോഗ് CCTV ആയിരുന്നു. അതിനകത്ത് കേബിൾ വെച്ചിട്ടുള്ള കണക്ഷൻ ആയിരിക്കും, അനലോഗ് വീഡിയോ ആയിരിക്കും വരുന്നതും കേട്ടോ.
അടുത്ത ചോദ്യം, കോആക്സിയൽ കേബിൾ യൂസ്ഡ് ഇൻ CCTV is usually of the type. കോആക്സിയൽ കേബിളിന്റെ ടൈപ്പ് RG59 ആണ് കേട്ടോ. RG59 is commonly used in CCTV installation due to its suitable impedance, 75 ohm impedance ഉണ്ട് അതിന്. ഓക്കെ, ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഫോർ ഷോർട്ട് ടു മീഡിയം ഡിസ്റ്റൻസ്. അപ്പോൾ RG59 ആണ് നമ്മൾ CCTVയിൽ ഉപയോഗിക്കുന്ന കോആക്സിയൽ കേബിൾ. അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം, the device used to store CCTV footage digitally is called. ഇതൊന്നും എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കാം. DVR, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. VCR, ഓസിലോസ്കോപ്പ് അല്ല. റൂട്ടർ, അതെന്തായാലും രണ്ടും അല്ല. VCRും അല്ല അല്ലേ. അടുത്തത് DVR ആണ്. അപ്പോൾ DVR ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. DVR എന്താണ്? ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ആണ്. അതാണ് വീഡിയോ സിഗ്നൽസ്, അനലോഗ് CCTV ക്യാമറയിൽ നിന്ന് ഉള്ള വീഡിയോ സിഗ്നൽസ് റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഹാർഡ് ഡ്രൈവും ഒക്കെ ആയിട്ട് ഹാർഡ് ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും നമുക്ക് വീണ്ടും പിന്നെ ലേറ്റർ പ്ലേ ബാക്ക് ചെയ്ത് അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ DVRൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, IP based CCTV systems use dash for data transmission. IP based ആയിട്ടുള്ള CCTV സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? വൈഫൈ വെച്ചിട്ടല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ അല്ലേ? വയർഡ് ഒന്നും ആയിരിക്കണം എന്നില്ല അല്ലേ? അപ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ബേസ്ഡ് ആയിട്ടുള്ള CCTV എന്താണ്? ഇത്രയും നേരം നമ്മൾ CCTV എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. CCTV എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ CCTV ആണ്. നമ്മൾ വീടുകളിലൊക്കെ വീഡിയോ സർവൈലൻസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് IP ബേസ്ഡ് ആണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുക? കോആക്സിയൽ കേബിൾ ആണോ? അല്ല. കോആക്സിയൽ കേബിൾ എന്തിലാണ് യൂസ് ചെയ്യുക? അനലോഗ് CCTV സിസ്റ്റത്തിലാണ്. ഒപ്റ്റിക്കൽ ഫൈബർ അല്ല. ഇഥർനെറ്റ് കേബിൾ ഓർ വൈഫൈ ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. IP CCTV systems transmit video as digital data over network cables. Cat5e, Cat6 എന്നൊക്കെയാണ് അതിനെ പറയാ, അല്ലെങ്കിൽ വൈഫൈ. ഓക്കെ, അലൗവിങ് റിമോട്ട് വ്യൂയിങ് ആൻഡ് കൺട്രോൾ. ഇപ്പോൾ ദൂരെ നമ്മുടെ കടയിൽ വെച്ചിട്ടുള്ള CCTV നമുക്ക് ഫോണിൽ എങ്ങനെ കാണാൻ പറ്റുന്നത്? അത് വൈഫൈ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ വൈഫൈ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വീഡിയോ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മോണോക്രോം TV, കളർ TV, LCD, CCTV ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു MCQ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.